നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ വിദേശയാത്ര കഴിഞ്ഞ് അദ്ദേഹം തിരികെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ ഓരോ ഭാരതീയനും അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിദേശയാത്ര ഈ രീതിയിൽ ലോക നേതാവാണ് എന്ന് സ്വയം അദ്ദേഹത്തിനെ തന്നെ പുകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തുമാത്രം അല്പത്തരമാണെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. ഗോദി മീഡിയ ഇതൊക്കെ ആഘോഷിച്ച് തകർക്കുന്നുണ്ട്. മോദി ഭക്തരായ മാധ്യമങ്ങൾ അത് മൂന്നാംകിട പ്രവർത്തനം പോലെയാണ് അവർ അതൊരു ആഘോഷമാക്കി വിടുന്നത്. നരേന്ദ്രമോദി ട്രംപിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടെ ഇരിക്കുന്ന ആ സീൻ അത് ഓരോ ഭാരതീയനും എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മോദി ഇന്ത്യയുടെ താല്പര്യങ്ങൾ എല്ലാ തരത്തിലും സംരക്ഷിക്കാൻ എന്തെങ്കിലും ഇടഞ്ഞിട്ടുണ്ടോ? കടുത്ത സ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ട്രംപിൻ്റെ മുഖത്ത് നോക്കി ഏതെങ്കിലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താണ്? ബ്രിക്സ് രാഷ്ട്രങ്ങൾ പുതിയ നാണയം ഇറക്കാനുള്ള കൂട്ടായ തീരുമാനത്തിൽ നിന്ന് ആദ്യം പിൻവാങ്ങിയത് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഇത് ട്രംപിൻ്റെ ഭീഷണിയാണ്. അതായത് ട്രംപ് കൃത്യമായി എന്ത് പറഞ്ഞാലും അത് അക്ഷരപ്രതി തെറ്റാതെ അനുസരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുകൂലിയായി നരേന്ദ്രമോദി സ്വയം മാറുകയാണോ? ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിന് പോലും സംശയമുണ്ടാകുന്ന ചോദ്യമാണ്, എന്തിനാണ് അവരോട് വിധേയത്വം കാണിക്കേണ്ടത്? ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം വിദേശത്തുള്ള അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരോട് കാണിക്കുന്ന അനീതി, അതിനെക്കുറിച്ചൊരു വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ട്രംപ് കുനിയാൻ പറഞ്ഞാൽ അതനുസരിച്ച് മുട്ടിലിഴയുന്ന ഒരു ചെറു പ്രാണിയായ മോദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ഭരണകൂടം, ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, നാട് കടത്താൻ വേണ്ടി അവർ സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ചു. അതുമായി ബന്ധപ്പെട്ട് ചെറിയ രാജ്യങ്ങൾ പോലും തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി അറിയിച്ചതാണ്. അപ്പോൾ 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭാരതത്തിലെ കരുത്തുള്ള പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അൺലിമിറ്റഡ് പവറാണ് മോദിക്ക് എന്ന് പറയുന്ന ഈ ഗോദി മീഡിയ ഇതെന്താ അറിഞ്ഞില്ലേ? നരേന്ദ്രമോദി ഒരു വാക്ക് പോലും പ്രതിഷേധമായി വിയോജനക്കുറിപ്പ് പോലും അറിയിച്ചില്ലല്ലോ. താരിഫിനെ കുറിച്ച് പരാമർശിച്ച സമയത്ത് നരേന്ദ്രമോദി ട്രംപിനെ പ്രീതിപ്പെടുത്താൻ ഇന്ത്യയുടെ താല്പര്യങ്ങൾ എല്ലാ രീതിയിലും ഹനിച്ചു. ആ രീതിയിലാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് ഇറക്കിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തിയില്ലല്ലോ. ട്രംപ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് നരേന്ദ്രമോദിക്ക് വിട്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും അവർ ഇടപെടുന്നില്ല. വിദേശത്ത് സൈനികരെ വിന്യസിക്കുന്ന പരിപാടിയൊക്കെ അമേരിക്ക ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി വെട്ടിക്കുറച്ചു. മാത്രമല്ല, ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് അമേരിക്ക വാർഷിക സഹായം കൊടുത്തു വരുന്ന ആ വരിസംഖ്യ കുറച്ചുകൊണ്ട് വരികയാണ്. ഇതെല്ലാം അമേരിക്കയുടെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്, ഒരു പിൻവാറ്റ നയമാണ്. റിപ്പബ്ലിക്കൻ നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റുകാരുടെ ആ വിശാല മനസ്കതയൊന്നും ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും കാണിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ട്രംപ് ഈ രീതിയിലൊക്കെ മാത്രമേ പെരുമാറുകയുള്ളൂ എന്നുള്ളത് സ്വാഭാവികമാണ്. നരേന്ദ്രമോദി ഒരു ഗ്ലോബൽ ലീഡറാണെന്ന് ഏതാനും ചില ഗോദി മീഡിയകൾ വാഴ്ത്തി പറയുമ്പോൾ അത് കേട്ട് പുളകിതരാകുന്ന സംഘികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമ്മാനുവൽ മാക്രോണുമായും ഡൊണാൾഡ് ട്രംപുമായും ആശയവിനിമയമല്ല നടത്തിയത്, വെറുതെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും അവർ അടുത്ത് വിളിച്ചിരുത്തി ചായ കൊടുക്കും, സ്വാഭാവികം. അതല്ലാതെ ഒരു സംഭവ വികാസവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പരിരക്ഷ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ കയ്യിൽ ഇനി കൊടുത്തിട്ട് കാര്യമില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു.